Audio Jungle. Audio Jungle. Bless Mega Bible Quiz 2026 എപ്പിസോഡ് 4 ആൻസർ റിവീലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്ന 5 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം ഇന്ന് പറയുകയാണ്. കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചവർക്ക് ആദ്യമേ കൺഗ്രാറ്റുലേഷൻസ്. ആൻസേഴ്സ് പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഗോത്രപിതാക്കന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന 2 ദേശങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം സെബൂലൂൻ ദേശം, നഫ്താലി ദേശം. ഓക്കെ, ഉത്തരം ഉണ്ടായിരുന്നത് റെഫറൻസ് മത്തായി 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഒരു പുരുഷന്റെ പേരിനകത്ത് ബൈബിളിലെ ഒരു പട്ടണത്തിന്റെ പേരും ഒരു രാജാവിന്റെ വല്യപ്പന്റെ പേരും ഉണ്ടായിരുന്നു. പേരെന്ത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ ആനേർ. അതിൽ ആർ എന്നുള്ളത് പട്ടണം, വല്യപ്പന്റെ പേരെന്ന് പറഞ്ഞത് നേർ. ഷൗലിന്റെ അപ്പനായ കീഷിന്റെ അപ്പനാണ് നേർ. ഓക്കെ, അതുണ്ടായിരുന്ന റെഫറൻസ് ഉൽപ്പത്തി 14-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, 1 ദിനവൃത്താന്തം 8-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം, യെശയ്യാവ് 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ക്വസ്റ്റ്യൻ 3, മറുപേരുള്ള പട്ടണങ്ങളും താഴ്വരയും ഏതെല്ലാം എന്നതായിരുന്നു ചോദ്യം. ഉത്തരം പട്ടണങ്ങൾ സോവർ എന്ന ബേല, കാദേശ് എന്ന ഏൻമിഷ്പാത്ത്, താഴ്വര രാജ് താഴ്വര എന്ന ഷാവേ താഴ്വര. ഓക്കെ, ക്വസ്റ്റ്യൻ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ റെഫറൻസ് ഉണ്ടായിരുന്നത് ആദ്യത്തത് സോവർ എന്ന ബേല ഉണ്ടായിരുന്നത് ഉൽപ്പത്തി 14-ന്റെ 12-ലായിരുന്നു. കാദേശ് എന്ന ഏൻമിഷ്പാത്ത് ഉൽപ്പത്തി തന്നെ 14-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലുണ്ടായിരുന്നു. ഇനി രാജ താഴ്വര എന്ന ഷാവേ താഴ്വര ഉണ്ടായിരുന്നത് ഉൽപ്പത്തി 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലായിരുന്നു. 4-ാമത്തെ ചോദ്യം, ഒരു സ്ഥലപ്പേരിനകത്ത് ബൈബിളിലെ ഒരു സ്ത്രീയുടെ പേരുണ്ട്. ആ സ്ത്രീയുടെ പേരിൽ ബൈബിളിൽ ഒരു സ്ഥലവും ഉണ്ട്. ഏതാണെന്നായിരുന്നു ഉത്തരം. സ്ഥലം ഹസസോൻ, അതായത് താമാർ. ഉൽപ്പത്തി 14-ന്റെ 7-ലായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീ താമാർ ഉൽപ്പത്തി 38-ന്റെ 6-ലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ സ്ഥലം താമാർ യെഹെസ്കേൽ 47-ന്റെ 19-ലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോർഷനിൽ പറഞ്ഞിരിക്കുന്ന ആ പേരാണ് താമാർ. പക്ഷെ അത് ബൈബിളിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള അതായത് സ്ത്രീയുടെയും ഒരു സ്ഥലത്തിന്റെയും പേരാണ്. അടുത്ത 5-ാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം അമോര്യരുടെ. അതിന്റെ റെഫറൻസ് ഉൽപ്പത്തി 15-ന്റെ 16-ലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ വൺസ് അഗെയിൻ ശരി ഉത്തരങ്ങൾ അയച്ചവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. തെറ്റിപ്പോയവർ വിഷമിക്കണ്ട, ഇനിയും ഒത്തിരി ചാൻസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലസ് പേജ് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അറിയുന്നവരോടൊക്കെ പറയുക ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ. അപ്പോൾ അവർക്കും ഒത്തിരി സമ്മാനങ്ങളുണ്ട്, നിങ്ങൾക്കും കിട്ടും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ. Yeah.